ഞാൻ പെട്ടെന്ന് പോട്ടെ എൻ്റെ കടയ്ക്ക്. അയ്യോ, വണ്ടി ബ്രേക്ക് കിട്ടണില്ലേ? അയ്യോ, എൻ്റെ കാലേ. വണ്ടി നിറങ്ങട്ടെ. ഈ ചെറുക്കൻ എൻ്റെ വണ്ടി നശിപ്പിച്ച്. എടാ മോനെ വണ്ടി നിറങ്ങടാ. മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് കറക്റ്റ് മുമ്പെടുത്ത് ചാടിക്കോ ഈ വണ്ടീൻ്റെ മുമ്പിക്ക്. അല്ല, സാറല്ലേ വണ്ടി എന്റെ മേത്തേക്ക് ഇടിച്ചത്. ഇക്കാണ് സാറിനെക്കാളും പരിക്ക് പറ്റിയുള്ളത്. അതിനിപ്പോൾ എന്താ ആണ്ട് ചത്തുപോടാ. അല്ല പിന്നെ എന്നോടാ അവൻ്റെ കളി. ഡിഫൻഡറിനെ അവനെ ഇടിച്ചിട്ട് പറയണ കേട്ടോ. പാവപ്പെട്ടവർക്കൊന്നും നമ്മളെ ബ്രാൻഡഡ് വണ്ടീസ് കൊടുക്കാൻ പാടില്ല. അതിന് സാറേ, ഇത് ബ്രാൻഡഡ് ഒന്നല്ലല്ലോ. ഇത് നമ്മൾ സാധാ മേടിച്ചതല്ലേ, കുറച്ച് പൈസ ഒക്കെ. ഞാൻ പറയണോണ്ട് കേട്ടാ മതി. ഇത് പ്രീമിയം എന്നിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക. മര്യാദയ്ക്ക് കേട്ടോ. അത് പറ്റൂല സാറേ. ഇവിടെ ഞാനാ മുതലേ നീയാ മുതലാളി? അത് സാറി. അപ്പൊ ഞാൻ പറയണ പോലെ ചെയ്താ മതി. അവസാൻ്റെ വീടെത്തി. എൻ്റെ കട നശിപ്പിക്കല്ലടാ. മിനിഗൺ എടുക്കട്ടെ. ഈ ഇതുപോലത്തെ എല്ലാവർക്കും ഇതൊരു പാടായിരിക്കണം. മരിച്ചു പോടാ. അല്ല പിന്നെ എൻ്റെ വണ്ടീനെ ഇടിക്കുക അവൻ. ഞാൻ പെട്ടെന്ന് വണ്ടി കയറട്ടെ. ഉറക്കത്തിൽ പോയില്ല, പക്ഷെ നേരത്തെ എണീക്കണ്ടേ. അല്ല, സ്റ്റാഫാണല്ലോ വിളിക്കണേ. സ്റ്റാഫ് എന്തേ? സാറേ, നമ്മുടെ കടയ്ക്ക് തീയിട്ടത് ലംബോർഗിനി അല്ല. പിന്നെ ഏത് വണ്ടിയാ? അത് സാക്ഷാൽ പോലീസുകാരാണ്. ഞാൻ പെട്ടെന്ന് പോലീസിനെ എടുത്തിക്കോട്ടെ. എന്തിനാ എൻ്റെ കടയിൽ തീയിട്ടെന്ന് പറയാന്? എന്തായാലും എനിക്ക് പറയണോ? അയ്യോ, ഇതെന്താ ഇവിടെ പോലീസ് വണ്ടികളൊക്കെ ഉണ്ടല്ലോ. എന്താ സംഭവം എന്നാവോ? നോക്കി നോക്കട്ടെ എന്താ സംഭവം. പോലീസുകാരൊക്കെ കാണണ്ടല്ലോ. അല്ല, പോലീസുകാർ ഇന്നെ പിടിക്കാൻ നിൽക്കുക. പോലീസുകാർ ഇന്നെ പിടിക്കാൻ കാരണക്ക് എന്താ തോന്നുന്നു വെച്ചാൽ, ഞാൻ ആ ലംബോർഗിനീനെ അടിച്ച് ലംബോർഗിനീനെ കൊന്ന്. അതിൻ്റെ കൂടെ മറ്റേ SUV-ന് ഞാൻ ബോംബിട്ട് കൊന്ന്. അങ്ങനെ ചൈനയിലെത്തി ഞാൻ. അവിടുന്ന് ചൈനയ്ക്ക് ഇങ്ങോട്ട് രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ പോലീസുകാരെല്ലാവരും കൂടി എന്നെ കൊന്ന്. ഇവിടെ എന്താ ആൾക്കാരിങ്ങനെ മേത്ത് ഓരോ ചോരൊക്കെ ആയിട്ട് നിൽക്കണേ. അടുത്ത ആരടാ സ്പീഡിൽ ഇത്ര ആൾക്കാരിങ്ങനെ നിൽക്കണേ? ഇതെന്താ സംഭവം ശരിക്കും? ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് പോട്ടെ. ഒരു കടിക്കാനൊക്കെ വരുന്നു എൻ്റെ അടുത്തേക്ക്. അല്ല, സ്റ്റാഫ് വിളിക്കണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് നോക്കട്ടെ. അതിന് മുമ്പ് ഇവനെങ്ങനെ തീർക്കാൻ നോക്കാം. അവന്മാരാണെങ്കിൽ സ്റ്റാഫ് വിളിച്ച്. സ്റ്റാഫേ, എന്താ വിളിച്ചത്? സാറിപ്പോ ചൈനയിലല്ലേ? ഞാനിപ്പോ ചൈനയിലാണ്. അവിടെ സോംബി വൈറസ് പടർന്നുണ്ട്. അപ്പൊ ഇവിടൊക്കെ സോംബീസാണ്. ഇതിന്റെ മുമ്പിൽ ഒരുത്തപ്പോ ഇരിക്കണ്ടേ. സാറിന് ജീവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ. അപ്പൊ ഇതൊക്കെ സോംബീസല്ലേ? ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് പോട്ടെ. എല്ലാരും കൂടെ അല്ലെങ്കിൽ എന്നെ തീർക്കും. ഞാൻ പെട്ടെന്ന് പോട്ടെ എന്നാ. എല്ലാരും എന്താ ഇവിടെ ഒട്ടിപ്പിടിച്ചിക്കണേ? ലാസ്റ്റത്തോ മാറില്ലല്ലോ. എടാ, നല്ല സ്പീഡ് വണ്ടി ഉണ്ടോ? അങ്ങനെ അവന് പോയി. ഇവിടെ നിൽക്കണ അധികം സേഫ് അല്ല. വല്ലോടത്തേക്ക് ഒളിക്കുക. പക്ഷെ ഒളിക്കാനുള്ള നല്ലൊരു സ്ഥലവും ഇവിടെ ഇല്ല. ചൈന ഞാൻ ആദ്യം ഇട്ടപ്പോൾ ചൈനയ്ക്ക് വരണ തന്നെ. അതുകൊണ്ട് എവിടേക്ക് എങ്ങോട്ടേക്ക് പോകണമെന്ന് എനിക്കറിയില്ല. എന്താ ഇപ്പം ചെയ്യുക? എനിക്ക് ശരിക്കും പേടിയാവണത്. ശരിക്കും
പേടിയാവുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഫൈറ്റ് എടുത്തിട്ട് ഈ സ്ഥലം ഞാൻ രക്ഷിക്കേണ്ട തന്നെ വരും. അല്ലാതെ ആര് രക്ഷിക്കാനാ ഈ സ്ഥലം? പെട്ടെന്ന് പോവാ. എന്തായാലും ഇവിടെ കുറേ സോംബീസും ഉണ്ട്, കുറേ ആൾക്കാരും ഉണ്ടല്ലോ. എന്തായാലും എനിക്ക് ഇവരെ കൊല്ലാൻ പറ്റുമെന്ന് അറിയില്ല. കൊല്ലാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഒരു ഭാഗ്യമാണ്. എന്തായാലും ഒരു സൈഡ് വെച്ച് നിർത്താം. എൻ്റെ വണ്ടി ഇതിൻ്റെ ഗണ്ണെടുക്കട്ടെ. ഞാൻ ഗണ്ണെടുത്ത് വിടണ്ട ഇറങ്ങാം. ഗണ്ണ് കയ്യിലുണ്ട്. ഇതാ എല്ലാവരും കൂടിയാണ്. അയ്യോ, ഗണ്ണ് മാറ്റട്ടെ. ഇത് വേണ്ട, കീക്ക് പിരി മതി. മിനി ഗണ്ണ് മതി. ചാവ്. ഇവരൊന്നും എന്താ ചാവാത്ത? അയ്യോ, എൻ്റെ തലക്കടിക്കല്ലേ. അയ്യോ, ഓടിക്കോ, വണ്ടി കയറട്ടെ. തലക്കടിക്കണമാര്. ഇന്നെ കടിച്ചാ 2000 years later. തല എന്തോ പോലെ. ഇതേതാ സ്ഥലം? എയർപോർട്ടാ? ഈ പ്ലെയിനിൽ ഞാൻ കയറാൻ നോക്കട്ടെ. പ്ലെയിനിൽ കയറാൻ പറ്റില്ലല്ലോ. എന്താ കയറാൻ പറ്റാത്ത? അല്ല, ഇവിടെ ലെറ്റർ ഉണ്ടല്ലോ. നിങ്ങൾ ഈ മിഷനുകൾ ചെയ്താൽ നിങ്ങളെ ഇന്ത്യയിലേക്ക് തന്നെ നിങ്ങളെ വിടും. ഈ പ്ലെയിൻ ഓണാക്കുകയും ചെയ്യും. അതെങ്ങനെ? ഇതിപ്പോൾ ആരുടെ ലെറ്ററാ? ഞാൻ ഇപ്പം എന്താ ചെയ്യണ്ടേ? എനിക്കൊന്നും അറിയണില്ലല്ലോ. ഞാൻ ഇപ്പം എന്താ ചെയ്യുക? പ്ലെയിനിലും കയറാനും പറ്റണില്ല, ഒന്നും ചെയ്യാനും പറ്റണില്ലല്ലോ. ഞാൻ നേരെ എൻ്റെ SUV കയറിയിട്ട് ഈ മിഷൻസൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ.